Hello and welcome back to my channel. Now, in this video, we will see hair type different type of hairs. In this video, I will almost hair type. Video so, video start. Now, we will hair type. Our hair shampoo select conditioner select chemical treatments decide hair type first hair different types straight hair, wavy hair, curly hair. These three hairs differentiation ചുരുണ്ട മുടിയാണെങ്കിലും ഒരു ചുരുണ്ട മുടി തന്നെയല്ലല്ലോ എല്ലാവർക്കും പല ഡിഫറെന്റ് വെറൈറ്റിയിലുള്ള ചുരുണ്ട മുടികളല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഹെയർസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് ഹെയറിനെ കുറിച്ചിട്ടാണ്. ഈ സ്ട്രെയിറ്റ് ഹെയർ തന്നെ 3 ഡിഫറെന്റ് വേസ് ആണ് സ്ട്രെയിറ്റ് ഹെയർ ഉള്ളത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും, അതായത് ഭയങ്കര തിന്നായിട്ട് ഉണ്ടാവും എന്നാൽ സ്ട്രെയിറ്റ് ആയിരിക്കും. അതാണ് ഫസ്റ്റത്തെ വെറൈറ്റി ഓഫ് സ്ട്രെയിറ്റ് ഹെയർ. രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മീഡിയം തിക്നെസ് ആയിരിക്കും, ഒരുപാട് തിക്കല്ല എന്നാൽ ഭയങ്കര തിന്നുമല്ല, അതൊരു രീതിയിലാണ്, ബട്ട് സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായി സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ പാരച്യൂട്ടിൻ്റെ ഒക്കെ പരസ്യത്തിലൊക്കെ കാണാറില്ലേ, ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവുന്ന നല്ല മുടി, അങ്ങനത്തെ മുടിയാണ് തിക്കായിട്ടുള്ള ഹെയർ. അപ്പോൾ ഇതാണ് 3 വെറൈറ്റി ഓഫ് സ്ട്രെയിറ്റ് ഹെയർസ്. അപ്പോൾ ഇനി രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവി ഹെയർ ആണ്. വേവി ഹെയർ എന്ന് വെച്ചാൽ എൻ്റെ പോലെ ഉണ്ടാവും, കുറച്ച് ഇങ്ങനെ ബെഞ്ചായിരിക്കും. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഇങ്ങനെ എന്താ പറയുക, കടലിലൊക്കെ തിരുമാലില്ലേ, അതുപോലെ ഇങ്ങനെ ഉണ്ടാവും. അതാണ് വേവി ഹെയർ. ഈ വേവി ഹെയർ തന്നെ 3 ടൈപ്സ് ആണുള്ളത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഇത്ര ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ബെഞ്ച് ആയിട്ടുണ്ടാവും. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് വേവി ഹെയർ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ വേവി ആയിട്ടുണ്ടാവും, അതായത് ഇതാ ഇതുപോലെ കംപ്ലീറ്റ്ലി വേവി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവി ആണ് എന്നാൽ ഭയങ്കര ഫ്രിസി ആയിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ഹെയർ കണ്ടില്ലേ, എൻ്റെ ഹെയർ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് കുറച്ച് വേവി ആണ് എന്നാൽ ഭയങ്കര ഫ്രിസി ആണ്. അതായത് വേവി ഹെയർസ് കംപ്ലീറ്റ്ലി ഫ്രിസി ആയിട്ടാണ് ഇരിക്കുള്ളൂ. ഫ്രിസി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ കൂടുതൽ വേവി ഹെയർസ് ഉള്ളവർക്കും ഫ്രിസി ആയിട്ട് ഫീൽ ചെയ്യും. എന്താ വെച്ചാൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യില്ല അവരുടെ ഹെയറിൽ, മാത്രമല്ല ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിങ്ങനെ എന്താ ഒരു തിളക്കില്ലാണ്ട് ഫ്രിസി ആയിട്ട് നമുക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇനി തേർഡ് കാറ്റഗറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേളി ഹെയർ ആണ്. കേളി ഹെയർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അത് ഭയങ്കര ഭയങ്കര ഒരു എസ് പോലെ ആയിരിക്കും. എസ് എന്നല്ല, ഒരു എന്താ പറയുക, സ്പ്രിങ് ഇല്ല, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കാറ്റഗറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഹെയർ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്പ്രിങ് പോലെ. അവർക്ക് ഈ കേളി ഹെയർ ഉള്ളവരുടെ പ്രത്യേകത, കേളി ആണെങ്കിലും വേവി അത്യാവശ്യമൊക്കെ വളരും, എന്നാൽ പോലും നമ്മുടെ സ്ട്രെയിറ്റ് ഹെയർ വളരുന്ന പോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ കേളി ഹെയർ ആണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആയിരിക്കും. നമ്മളതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കേളി ഹെയർ ഉള്ള ആളുകൾ മുടി കട്ട് ചെയ്യാണ്ടിരിക്കണതാണ് നല്ലത്. കാരണം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേളി ഹെയർ ഉള്ളവർക്ക്. അപ്പോൾ സെക്കൻഡ് കാറ്റഗറി ഓഫ് കേളി ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാണ്, ഫുള്ളായിട്ട് നല്ല ലോങ് കേളി ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഹെയർ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. അങ്ങനെ മുടിയുള്ളവർക്ക് ഭയങ്കര ലക്കിയാണ്, നല്ല ഭംഗിയല്ല. അവർക്ക് ഓൾറെഡി നല്ല തിക്കായിട്ടുണ്ട്. ഈ കേളി ഹെയർ ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ മുടി ഭയങ്കര തിക്കായിട്ട് ഫീൽ ചെയ്യിക്കും. അതാണ് കേളി ഹെയറും. വേവി ഹെയർ ആണെങ്കിൽ പോലും ഭയങ്കര തിക്കായിട്ട് ഫീൽ ചെയ്യും. കേളി ഹെയർ കുറച്ചും കൂടി തിക്കായിട്ടുണ്ടാവും. അവർക്ക് ഒട്ടുള്ളില്ലെങ്കിൽ പോലും ഭയങ്കര തിക്കായിട്ട് വെളിയിൽ നിന്ന് കാണുന്നവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഹെയർ. തേർഡ് ടൈപ്പ് ഓഫ് കേളി ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും, ഫ്രിസി ആണ്. ഭയങ്കര എന്താ ഇങ്ങനെ സ്പ്രിങ് പോലെ ഉണ്ടാവും, എന്നോട്ട് ഫ്രിസി ആണ്. എന്ന് വെച്ചാൽ കാണാനായിട്ട് ഒട്ടും മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ടാവില്ല, ഭയങ്കര ഇങ്ങനെ പറന്ന് കണ്ടില്ല അതേപോലെ ഉണ്ടാവും. അതാണ് തേർഡ് ടൈപ്പ് ഓഫ് കേളി. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച ഇത്രയും ഹെയർസ് മാത്രമല്ലാട്ടുള്ളത്, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹെയർ ഉണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് നമ്മുടെ മലയാളികൾക്കിടയിൽ ഇത്രയും ഹെയർസ് ആണ് കണ്ടിട്ടുള്ളൂ. ഒരു 90 to 95% ഇങ്ങനത്തെ ഒരു ഹെയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത്ര മാത്രമല്ല, ഇതിലും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹെയർസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ഏതാണെന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അത് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു മുടി എടുക്കുക,
എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തു നിന്ന് മുടി എടുക്കുക. മുടി എടുത്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ, ഇങ്ങനെ ഒന്ന് കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹെയർ എങ്ങനെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അത് ഭയങ്കര തിന്നായിട്ടാണോ അതോ കുറച്ച് മീഡിയം ആയിട്ടാണോ അതോ കുറച്ച് തിക്കായിട്ടാണോ നോക്കണം. ഭയങ്കര തിന്നായിട്ടാണ് നിങ്ങളുടെ ഹെയർ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. എന്താ വെച്ചാൽ ഓൾറെഡി അത് ഭയങ്കര തിന്നാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി തിന്നായിട്ട് ഇരിക്കുമ്പോൾ ഇനിയും നമ്മൾ കെമിക്കലി ഇപ്പോൾ അയണൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ കളർ ചെയ്യാന്നുണ്ടെങ്കിലും എന്താണെങ്കിലും അത് നമ്മുടെ ഹെയറിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ഭയങ്കര തിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനൊന്നും പോകാത്തതാണ് നല്ലത്. ഇനി നിങ്ങളുടെ ഹെയർ ഭയങ്കര മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അത്ര പറയാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് പ്രശ്നമില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ചെയ്യാം. ഇനി നിങ്ങളുടെ ഭയങ്കര തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന അയൺ ട്രീറ്റ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ എന്താ കളറിങ് ആണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യാനാണെങ്കിലും ഒരുപാട് തവണ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ തിക്കായിട്ടുള്ള ആ ഓരോ സ്ട്രാൻഡ് നമുക്ക് സ്ട്രെയിറ്റ് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ നമ്പർ ഓഫ് ഹെയർസ് നമ്മുടെ സ്കാൽപ്പിൽ എന്തോരം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ഡെൻസിറ്റി ടെസ്റ്റ് എന്ന് പറയാം. അത് നമുക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യേണ്ട, ഈ സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു പോർഷൻ ഓഫ് ഹെയർ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക ഈ ഒരു ലൈൻ എന്തോരം തിക്കാണ് എന്നുള്ള കാര്യം നോക്കുക. എന്ന് വെച്ചാൽ എന്താ ആ ഒരു ലൈനിൽ ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ ഹെയറിൽ ഒരുപാട് നമ്പർ ഓഫ് ഹെയർസ് ഇല്ല. എന്നാൽ ഒരു മീഡിയം, എൻ്റെയൊക്കെ ഒരു മീഡിയം ആണ്, അങ്ങനത്തെ ഒരു ലൈനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വെച്ചാൽ ഓക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒട്ടും സ്ഥലമില്ല, ഭയങ്കര തിക്കായിട്ടാണ് ഹെയർ ഗ്രോത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഒട്ടും പേടിക്കേണ്ട, അത് നല്ല ഹെയർ ആണ്. ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ആയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഒട്ടും ഹെയർ ഇല്ലാത്തവരുടെ പ്രോബ്ലം അവരുടെ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒട്ടും ഉള്ളുണ്ടാവില്ല. കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ ബാക്ക് സൈഡ് കാണുന്ന രീതിയിലായിരിക്കും. ഇനി മീഡിയം ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ അവർക്ക് കുഴപ്പമില്ലാണ്ട് മുടിയെല്ലാം കെട്ടി വയ്ക്കാമെന്നുള്ളൂ. ഇനി ഒത്തിരി മുടി കാണിച്ചാൽ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത് കെട്ടി വയ്ക്കാൻ അവർക്ക് എന്താ സ്യൂട്ട് ആവുന്ന ക്ലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇനി ലാസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഹെയറിൻ്റെ എലാസ്റ്റിസിറ്റി ടെസ്റ്റ് ആണ്. അത് ചെയ്യാനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ ഒരു സ്ട്രാൻഡ് എടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു മുടി എടുക്കുക. മുടി എടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കുക. വെറുതെ ഒത്തിരി വലിച്ചു പിടിക്കരുത്. ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ വലിക്കുക. ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇപ്പം ഇതൊക്കെ വലിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വലിക്കുമ്പോൾ അറിയില്ലേ അങ്ങോട്ട് പോകുന്നത് തിരികെ വരുന്നത് റബ്ബർ നമ്മൾ വലിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ലേ, അതുപോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ പേടിക്കേണ്ട, അത് നല്ല ഹെയർ ആണ്, പ്രശ്നമില്ലാത്തൊരു ഹെയർ ആണ്. ഇനി നിങ്ങളുടെ ഇങ്ങനെ വലിക്കുമ്പോൾ എടുത്ത് അങ്ങനെ തന്നെ നിൽക്കില്ലേ. ഇപ്പോൾ നമ്മളൊരു സംഭവം വലിച്ചു അത് തിരികെ വരാതെ അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ കണ്ടീഷണറിൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിച്ച ഉടനെ തന്നെ അത് പൊട്ടിപ്പോവാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. ഇങ്ങനെ ഒരു ഹെയർ ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യരുത്. നല്ല രീതിയിൽ മുടി കെയർ ചെയ്തെങ്കിൽ മാത്രമാണ് മുടി നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ ഹെയർ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയുക. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് അപ്പം തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല വീഡിയോ തോന്നാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഈ ഒരു ചാനലിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. ഒന്ന് പറയുക, വെറുതെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാം. സോ അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.